ഹലോ ഫ്രണ്ട്സ്, ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് മെലിഞ്ഞവർക്ക് ശരീരപുഷ്ടി വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ വാർദ്ധക്യത്തെ അകറ്റാനും മുലയൂട്ടുന്ന അമ്മമാർക്കാണെങ്കിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ദോശയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ ഉഴുന്നും അതുപോലെ തന്നെ ചെറുപയറുമാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള ധാരാളം ഹോം റെമഡീസ്, ഹെൽത്തി ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ചെറുപയറും അതേപോലെ തന്നെ ഉഴുന്നും എടുത്തിട്ട് വെള്ളത്തിൽ തലേ ദിവസം തന്നെ കുതിർത്ത് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരേ അളവിൽ തന്നെയാണ് രണ്ടും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേണം നമ്മൾ കുതിരാനായിട്ട് കുറച്ച് വെള്ളത്തിൽ വയ്ക്കാൻ. ഇപ്പം ഞാനിവിടെ ഇത് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം, 4-5 ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ദോശയുടെ ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് ആക്കിയെടുക്കണം. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം ഇത് നമ്മൾ തയ്യാറാക്കാനായിട്ട്. ചെറുപയറിലെ പ്രോട്ടീൻ, അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ്, മഗ്നീഷ്യം, കാൽസ്യം, പൊട്ടാസ്യം, വൈറ്റമിൻ സി, എ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഔഷധ ഗുണം കൂടുതലുള്ളത് നമ്മുടെ ചെറുപയറിനാണ്. മറ്റുള്ള പയറുകളെ അപേക്ഷിച്ച് നല്ല ബുദ്ധിയും ഓർമ്മയും ഒക്കെ കിട്ടാനായിട്ടും ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഉഴുന്നുപരിപ്പിനെ പറ്റി പറയാനാണെങ്കിൽ ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉഴുന്ന്. വേവിച്ച ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ നെയ്യും പഞ്ചസാരയും ഒക്കെ ചേർത്ത് കഴിക്കുന്നത് വാർദ്ധക്യത്തെ അകറ്റാനായിട്ട് സഹായിക്കും. ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്കിന്നൊക്കെ വല്ലാതെ ഡ്രൈ ആയി ചുളുങ്ങിയൊക്കെ ഇരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഉഴുന്ന് ഇട്ടിട്ട് കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുന്നതും മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. അപ്പം എപ്പോഴും നമുക്ക് ഇതേപോലെ കഞ്ഞി വെച്ച് കുടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ആ അവസരത്തിൽ നമുക്ക് മാറി മാറി ഇടയ്ക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഒരു ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു ദോശ നമ്മൾ രുചിയിൽ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത്. നമ്മൾ ഇതുപോലുള്ളൊരു ദോശ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന വഴി നിരവധി ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ നീക്കാനായിട്ട് സഹായിക്കും. ഈ ടോക്സിനുകളാണ് ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങൾക്കും കാരണം. അപ്പോൾ അത്തരം പ്രശ്നങ്ങളേക്ക് അകറ്റാനായിട്ട് നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതിയിലൂടെ സാധിക്കും. അപ്പോൾ ചിലരൊക്കെ വല്ലാതെ മെലിഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അവർക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ അഭാവമാണ്. അപ്പോൾ ആ പോഷകക്കുറവ് ഒക്കെ പരിഹരിക്കാനായിട്ടും പറ്റിയൊരു വഴിയാണിത്. ധാരാളം നാരുകളുണ്ട്, അതുകൊണ്ട് തന്നെ ദഹനപ്രക്രിയ സുഗമമായി നടക്കാനായിട്ടും നല്ലതാണ്. അപ്പോൾ ഇത് കുടലിൻ്റെ ആരോഗ്യത്തിനും വളരെ ഉത്തമമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ആരൊക്കെ ഇതേപോലത്തെ ദോശ തയ്യാറാക്കി കഴിക്കാറുണ്ട് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാറുണ്ടെങ്കിൽ അതുകൂടി എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കുടനെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.